ഫുള്ള് വലിയ മീനെ കാണാൻ ഫുള്ള് ആൾക്കാർ വന്ന് ഫുള്ള് നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുപ്പായിരുന്നു, ഫുള്ള് സ്റ്റാറ്റസ് ആക്കാനായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മള് കുളവള്ളി പുഴ നിറന്ന് ആ പുഴയിൽ നിന്നാണ് ഇവർ ഈ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങ് വേല വരെ വെള്ളമുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവസാനം നമ്മള് വയനാട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ വയനാട്ടിൽ വന്ന ധ്യാനോസിനെ സുഖയിലെത്തി നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. ബത്തേരി വിനായകനാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന നമ്മളെ കുളവള്ളി വയലിൽ ഇഷ്ടം പോലെ മീനിനെ പിടിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അരുമ്പായി പറഞ്ഞത്. കുളവള്ളി എന്താ പറഞ്ഞേ? ആ, അവിടെ ഇഷ്ടം പോലെ മീനിനെ പിടിക്കാൻ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ മീന് മേടിക്കാൻ വേണ്ടി പോന്നേട്ടാ. അരുമ്പായി പറഞ്ഞ് മീന് ഇഷ്ടം പോലെ തന്നെ കിട്ടൂല പോയാൽ ഉറപ്പല്ലേ? പറ്റിക്കൂലോ? അപ്പോൾ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടാ. ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് എങ്ങനെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഉച്ചയായി ഇപ്പൊ രാവിലെ അല്ലേ? ഉച്ചക്കല്ല വെയില് വരും, രാവിലെ വെയില് വരിക. സൺറൈസ് വന്നു. വണ്ടി ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ തോടാത് എപ്പോ നോക്കിയാലും രാവിലെ ആയിക്കില്ല. രാവിലെ ആകുന്നതിന് മുമ്പേ സഞ്ചലെടുത്ത് പോയിട്ട് അത് മാങ്ങേന്റെ പോലെ കേറി എല്ലാം തീർത്തിയ എന്തെങ്കിലും കള്ളത്തരം തന്നെ വേണം. അമ്മനോട് ചോദിച്ചോട്ടെ എന്തെങ്കിലും പറയുന്ന കള്ളത്തരം. തന്നെ രണ്ട് പൂച്ചക്കുട്ടിയുണ്ടല്ലേ? ഇതാണ് KSRTC. ഓ, കേരളത്തിലെ ഏറ്റവും വലിയ ബസ്. നമ്മളെ റോഡിലൊരു മയിലിനെ കണ്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് നമ്മള് ക്യാമറ ഓൺ ആക്കേണ്ട സമയം ഗ്യാപ്പ് കൊണ്ട് മയില് പറന്ന് നേരെ അപ്പുറത്തെ ആ സൈഡിലേക്ക് പോയിട്ടാണ് കേട്ടാ. ചെറിയ ജസ്റ്റ് മിസ്. പെൺമയില. പക്ഷേങ്കില് പെൺമയില. പെണ്ണത് അതാണല്ല അല്ലെന്നേ. പെണ്ണിനെ കണ്ട നമുക്ക് അറിഞ്ഞൂടെ എന്താ? ആണ് കുറച്ചങ്ങ് വാലുണ്ടാവും. പെണ്ണാ. നമ്മള് താനായിട്ടാ അടുത്ത് കുളവള്ളിക്ക് അടുത്തെത്തുന്ന സമയത്താണ്. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല ഗൈസ്. വളരെ ചെറിയ വാളയാ കിട്ടിയേട്ടാ. വളരെ ചെറിയ വാള. എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞു. ഞങ്ങള് വരുന്ന സമയത്തേക്കെല്ലാം തീർന്നു പോയി. ഭയങ്കര തിരക്കുവാനും. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ അപ്പുറത്ത് വേറെ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. അവിടെ നിന്ന് നോക്കട്ടെ അടുത്ത അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ. അവിടെ മീനുണ്ട്, പക്ഷെ അവിടെ ഭയങ്കര വിലയാ. ഇവിടെ 200 കിലോന് 200 ഉള്ളതില് അവിടെ കിലോന് 300 250 എന്നൊക്കെയാ പറഞ്ഞത്. എന്തായാലും 5 കിലോ ഒന്നും വേണ്ട, 1 കിലോ ഒന്നും കിട്ടൂലേ? ചെറുതുണ്ടാവോ? എന്തായാലും ഇതിണ്ടല്ലോ, ഇതിന്റെ കൂടെ ഒന്നും കൂടി കുറച്ച് കിട്ടി. കുറച്ചും കൂടി ഒന്നുകൂടി. നാട്ടിലിപ്പോ ഭയങ്കര വില. പിന്നെ പുഴമീന് നാട്ടിൽ കിട്ടാനും വേണ്ടി. ഇത് പുഴമീനായോണ്ട് നമുക്കൊന്ന് പുഴയില് വെള്ളം ഇറങ്ങിപ്പോയി കേട്ടോ. നമ്മള് കുളവള്ളി പുഴ നിറന്ന് ആ പുഴയിൽ നിന്നാണ് ഇവർ ഈ മീന് പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങ് വേല വരെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളം 2 ദിവസം ഇന്നലെ ഇന്നും മഴയിലുണ്ടായപ്പോ കൊറേ ആൾക്കാർ താഴെ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ അവിടെ പോയി വലയും കൊണ്ടാണല്ലോ. അവിടുന്ന് കൊടുക്കൂല മീനില്ലേ? മീന് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറി കേട്ടോ. വ്യൂ ധ്യാൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ഇപ്പുറ സൈഡും ഉണ്ടോ? ഇപ്പുറ സൈഡ് ഇതേ സീൻ ഉണ്ടോ? 2 സൈഡും നടുവ് കൂടെ റോഡ്. അപ്പുറത്തെ സ്പോട്ട് പണ്ട് നമ്മളെടുത്ത് ടവരല്ലേ? പിന്നെ അപ്പുറത്തൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെയാണ് ഞങ്ങൾ പിന്നെ അടുത്തതായിട്ട് പോകാൻ നോക്കുന്നത്. ശംഭു കൊറേ ആൾക്കാരെ കാണുന്നുണ്ട്. ഹലോ, നോക്കട്ടെ. മീനുണ്ട്. ചെമ്പല്ലിയാ കട്ടില 2 ദിവസം അങ്ങനെ കാണുന്നുള്ളൂ. ചെമ്പല്ലി കൊടുത്തു എന്ന് പറഞ്ഞു. മീന് വേണം. ഒരു മിനിറ്റ് കുട്ടാ, ഒരു മിനിറ്റ് എടുത്തോട്ടെ, വീഡിയോ എടുത്തോട്ടെ. വാളല്ലേ? മുഷി ഇത്ര സൈസുള്ളതാ. സാധനം ഉണ്ട് ഗൈസ്. പക്ഷെങ്കില് ഇവിടെ വില എങ്ങനെയാണെന്ന് ചോദിച്ചോട്ടെ.
സംഭവം ഫുള്ള് സീനാട്ടാ. ഇവിടെ മീനുണ്ട്, പക്ഷേങ്കിൽ അത് രോഹു എന്ന് പറയുന്ന സാധന, അത് ഭയങ്കര മുള്ളായിരിക്കും, അതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ്. പിന്നെ വാളയും ചെമ്പലും കൊടുത്തും പോയി. പിന്നെ അപ്പുറത്ത് വേറൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ. എരുമ്പായിനോട് രാവിലെ വരുമ്പോൾ ഞാൻ ചോദിച്ചാ വീട്ടിൽ നിന്ന് കിട്ടുമോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതാ ഇത് മുള്ളായോണ്ട് നമ്മൾ പിന്നെ അത് കാണുന്നത്. 8 കിലോ 10 കിലോ സൈസ് മീൻ ഒരു കണക്ക് നോക്കിയാൽ അതാ മെച്ച. എന്തറിയോ, ചേറിന് ആൾ വേണം തിന്നാൻ രുചി. 4 ചേരാക്കലുണ്ടല്ലോ, അതിന്റെ രുചി 2.5 കിലോ അല്ല. അക്കരക്ക് മറ്റേ ഇത് കൊണ്ടുവന്ന് വണ്ടിയിൽ തോണിയും മറ്റേ സ്കൂട്ടറും കൊണ്ടുവന്നല്ലോ. അപ്പുറം കർണാടക കേട്ടാ. വേണ്ട, നമ്മളെ പോലില്ലല്ലോ അക്കരെ, നമുക്ക് നോക്കാൻ വേണ്ടി വന്നാ. നമ്മളിവിടെ മീൻ വാങ്ങാൻ വന്നില്ല. മീനുണ്ട്, ഇഷ്ടം പോലെ മീനുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഭയങ്കര റേറ്റും ഭയങ്കര എമണ്ടൻ സൈസ് ആയിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ വേറെയില്ല. അതേള്ളൂ. 30 മീൻ പെട്ടെന്ന് പോയി കിട്ടി. മൊഞ്ച് കിലോ 2 ചാക്ക് മീൻ കൊണ്ടുപോയിട്ടുണ്ട്. മൊത്തം കഴിഞ്ഞു. അന്ന കഴിഞ്ഞു. ചെറുതാണ് കോടതിക്ക് പോകുന്ന സ്പോട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പറയട്ടെ, ഇവിടെ ഇപ്പൊ 10:30 ആകുമ്പോൾ മീൻ വരുന്നുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ, മീനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അതാട്ടോ മീനിന്റെ ഷെഡ്. മീൻ വരും 10:30 ആകുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഏട്ടനാട്ടോ, ടീഷർട്ട് ഏട്ടനാണ് മീനിന്റെ കിട്ടുന്ന ആള്. അയാളാണ് മീൻ. അത് 11 മണി 11-ന്റെയും 10:30-ന്റെ ഇടയിൽ എന്തായാലും ഇവിടെ വരും. ഇവിടെ വെയിറ്റ് ചെറിയ മീൻ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. മറ്റേ സ്ഥലത്തെല്ലാം വെച്ചാൽ യമണ്ട സൈസ് എന്ന് പറഞ്ഞാൽ യമണ്ട സൈസ് എത്ര കിലോ ഒരു മീൻ തന്നെ 12, 13, 14 കിലോ ഒക്കെ ഉള്ളു ഓരോ മീൻ. ആ മുഷിയൊക്കെ 6-7 കിലോ ആട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട ആ മുഷിയുള്ള നമുക്ക് അത്ര ഒന്നും വേണ്ട, നമ്മളാകെ 2-3 പേരല്ലേ ഉള്ളൂ. അപ്പൊ അതിനായിട്ട് ചെറിയ ഒരു 2-3 കിലോ ഉള്ളത് നമുക്ക് വേണ്ടു. 13 കിലോ 12 കിലോ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ചെയ്യലാന്ന് വെച്ചാൽ നമ്മളെ ചെറുത് ഒന്നും മേടിക്കാൻ വെച്ചില്ല. വലുത് വാങ്ങിട്ട് നീ എന്താക്കാനാ? എത്ര തീരുന്നു? 3 തിന്നു. പ്രകാരം വലിയ വാങ്ങിയിട്ട് കാര്യമില്ല ബാബ, നമുക്ക് വേസ്റ്റ് ആയിപ്പോ. അപ്പൊ എന്തായാലും നമ്മള് വെയിറ്റിംഗ് ആട്ടോ. നമുക്ക് മീൻ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നല്ലേ ഹെൽത്തെ. കൊറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇപ്പൊ വരും പറഞ്ഞിട്ടാ പോകുന്നുണ്ട്. കേട്ടാ സ്റ്റാൻഡിലാണ്. ചേട്ടാ ചെറുതാണ്. ഇതിന്റെ ഒന്നും വില അതൊക്കെ തൂക്കിപ്പോയി. ഇതിന്റെ വില കിലോ വില അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ മീൻ കിട്ടി വാങ്ങിട്ടാ. അവിടുന്ന് വമ്പിച്ച തിരക്ക് നേരെ നമ്മളതിന് വണ്ടി എടുക്കാൻ പോകണേ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ വമ്പിച്ച വ്യൂ കേട്ടോ. വമ്പിച്ച വ്യൂ എന്ന് പറഞ്ഞാൽ വമ്പിച്ച വ്യൂ. തിരക്കെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കാട്ടോ. ഫുള്ള് തിരക്ക്. മീൻ വരാനുള്ള താമസമില്ല. അപ്പോഴത്തേക്ക് ഫുള്ള് ആൾക്കാർ വന്നെടുത്ത്. ഞാൻ വണ്ടിയിൽ താക്കോല് എവിടെയാ വെച്ചെന്ന് ഓർമ്മയില്ല, വണ്ടി തന്നെ വെച്ച് പോയല്ലോ. കുറെ നേരം വണ്ടിയോട് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡൊക്കെ എന്താ ബ്യൂട്ടി. 1700 രൂപ കേട്ടോ മീന്. നമ്മളെ മീൻ വേണ്ട അച്ചേട്ടന്റെ അരവരുണ്ട്. ഡാനിസ് ഒന്ന് പിടിച്ച്. ഡാനിസിന് എത്ര ഉണ്ട് നോക്കട്ടെ. പിടിക്കടാ, ഇങ്ങോട്ട് തിരിക്കടാ. ഡാനിസിന്റെ അത്രയുണ്ട് കേട്ടാ. ഫുള്ള് വലിയ മീനെ കാണാൻ ഫുള്ള് ആൾക്കാർ വന്ന് ഫുള്ള് നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുപ്പായിരുന്നു. ഫുള്ള് സ്റ്റാറ്റസ് ആക്കാനായിട്ട് ഫോട്ടോ എടുക്കുന്നുട്ടാ. ഡാനിസിന്റെ അത്ര ഉണ്ടല്ലേ ഡാനിസേ?
ആ നമ്മൾ ഈ കട്ട് ചെയ്യാൻ പോകുന്നട്ടെ. ഇത് കട്ട് ചെയ്തിട്ട് നമ്മള് കട്ട് ചെയ്ത് അങ്ങോട്ട് അല്ലേ, അല്ലാണ്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ സൈസായി കൊണ്ടുപോവാ അമ്മ. നമ്മളിത് മീൻ കട്ട് ചെയ്യാൻ പോകുന്ന കേട്ടോ. ഇങ്ങനെ കത്തി എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരണം കേട്ടോ. ഇപ്പുറ സൈഡിൽ തന്നെ അരിയാണ് തോന്നുന്നത്. ഇങ്ങനെ അങ്ങോട്ട് തന്നെ പോകണം വരുമ്പോ. കത്തിക്ക് മൂർച്ച കുറവുണ്ടാ? ഞാനൊക്കെ ഇതാ നോക്കിയിരിക്കണല്ലേ ഞാനുസേ. ഇത് നമ്മളിങ്ങനെ ഇതിന്റെ ആദ്യമല്ലേ താനസേ മൊത്തം തൊലി മൊത്തം ചെത്തി എടുക്കണം. എന്നിട്ട് അത് ഇങ്ങനെ ചെത്തി എടുത്ത് നമ്മളിനി മുറിച്ച് പീസാക്കി എടുക്കട്ടോ. കറക്റ്റ് തൊലി മാത്രം മേലെ തൊലി മാത്രം വരുന്നുണ്ടോ? കറക്റ്റ് ഗൈസ്, തൊലി മാത്രം ഇങ്ങനെ ചെത്തി എടുക്കണം കേട്ടോ. ഇത് കുറച്ച് അറിയാൻ കൂടി വേണോ? നമുക്ക് ഗ്രില്ല് ചെയ്താലോ? ഇത് ഗ്രില്ല് ചെയ്താലോ? മീൻ ബിരിയാണിയോ? ഇതിനെ കൊണ്ടോ മീൻ ബിരിയാണി വെക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. ഇത് ഗ്രില്ല് ചെയ്യാൻ അടിപൊളി സാധനമായിരിക്കും. പക്ഷെ ഒരു ദിവസം കൊണ്ട് തിന്ന് തീർക്കണം. ഇത് നമുക്ക് പീസ് ആക്കിയിട്ട് 2-3 ദിവസം കറി വെച്ചാലോ? എന്താ നോക്കട്ടെ. ഇനി നമ്മൾ തലയും വാലും വെട്ടാൻ പോവുകയാണ്. കംപ്ലീറ്റ് ചെതമ്പല് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്തല്ലേ? ഇതാ തല കട്ടിയുന്ന നേരത്തെ എക്സ്പേർട്ടാണ് നമ്മളുടെ അരുൺ ഭായ് മീൻ വെട്ടാനായിട്ട്. അരുൺഭായിന്റെ സീന് കാണുന്നുണ്ട്. അരിച്ചേട്ടയ്ക്ക് നാളെ വരിക. എവിടെയാ പിടിക്കണ്ടേ? ഉണ്ടല്ലോ, ഞാന് ഏറ്റവും പ്രതീക്ഷയായിട്ടിരിക്കുന്ന ഇതിനകത്ത് മീനിന്റെ മുട്ട ഉണ്ടാവും. അത് പറഞ്ഞ അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മള് തല കട്ട് ചെയ്യുന്ന കേട്ടോ. ഈ തല വറ്റിക്കൂലേ? കിട്ടി ഗായ്സ്, കിട്ടി മീന്റെ മുട്ട. ഇതില്ലേ നെയ്യാണ് ഗായ്സ്. പീസാക്കിക്കോ. ഗൈസ് നമ്മൾ ഇന്നലെ വയനാട്ടിലെ ഇവിടെ ജിറ്റന്റെ വീടിന്റെ പിൻവശത്ത് മുറിച്ച മീൻ ഇതാ ഇന്ന് നേരെ എടച്ചേരിയിലെത്തി കേട്ടാ. എടച്ചേരിയിൽ അടുക്കളയിലെത്തി കേട്ടാ. അപ്പൊ ഇതാ നമ്മള് ഇന്നലെ ഇങ്ങനെ അവിടുന്ന് പീസ് ആക്കിയിട്ട് എല്ലാം ഇന്നലെ കൊണ്ടുവന്നോട്ടെ. നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരം അവിടുന്ന് പുറപ്പെട്ട് രാത്രി ഒരു 9 മണി നമുക്ക് ഇവിടെ എത്തി. 9 മണിക്ക് ഇവിടെ എത്തില്ലേ നമ്മള്. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ എന്താ കറി വെക്കുന്നത്? കറിയും വെക്കുന്ന വറക്കുകയും ചെയ്യുന്ന കേട്ടോ. അപ്പം ഇനി ഇത് കറിയും വെച്ച് കാര്യങ്ങളൊക്കെ ആട്ടെ. അപ്പം വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയി പോകും. അവിടെ നമ്മള് വീഡിയോ കറി വെക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോ അതിന്റെ പിന്നാണേ. അപ്പൊ നാളത്തെ വിശേഷമായിട്ട് കാണുന്നവരേക്കും ഇന്ന് എല്ലാവർക്കും ബൈ.